പ്രിയ മാതാപിതാക്കന്മാരെ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52 വാക്യത്തിൽ നാം വായിക്കുന്നു, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഇന്ന് മാതാപിതാക്കന്മാർക്ക് ഇത് വളരെ പ്രചോദനമായ ഒരു സുവിശേഷ വാക്യമാണ്. നമ്മുടെ മക്കളെയും ഈശോ വളർന്നു വന്നതുപോലെ പ്രായത്തിലും ജ്ഞാനത്തിലും വളർത്തുവാൻ ഇത് മാതാപിതാക്കന്മാർക്ക് ഏറെ പ്രചോദനമേറിയ ഒരു സുവിശേഷമാണ്. ഏറെ സ്നേഹത്തോടെ, കരുതലോടെ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ, വിശ്വാസ കൈമാറ്റത്തിലൂടെ ഇന്നത്തെ മാതാപിതാക്കന്മാർക്കും തങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തി വലുതാക്കുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പാരൻറ്റിങ് ഒരു വലിയ കലയാണ്. ഓരോ മാതാപിതാക്കന്മാരും ആർജിച്ചെടുക്കേണ്ട ഒരു വലിയ കല. ഒരുപക്ഷെ ആ കലയെ ആർജിച്ചെടുക്കുന്നതിനു വേണ്ടി ഇന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ പഠനത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ സന്തോഷമെന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ ഓരോ മാതാപിതാക്കന്മാരോടും സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ പാപ്പായുടെ ആ വലിയ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും മാതാപിതാക്കന്മാരോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. 7 കാര്യങ്ങളാണ് ഓരോ മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കേണ്ടതെന്ന്, പാരൻറ്റിങ് എന്ന കലയിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് പാപ്പ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. മാർപ്പാപ്പ പഠിപ്പിക്കുന്ന ആദ്യ പ്രബോധനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളോടൊത്തുള്ള സമയവിനിയോഗത്തെക്കുറിച്ചാണ്. ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു വലിയ ഒരു സംഭവം ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇംഗർസോൾ എന്ന് പറയുന്ന ഒരു വലിയ തത്വചിന്തകൻ, അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരിക്കലൊരു സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യം, താങ്കൾ ഒരു നിരീശ്വരവാദിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എങ്കിലും സ്വർഗത്തിലോ നരകത്തിലോ താങ്കൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇംഗർസോൾ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: തൻ്റെ ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ ശേഷം തൻ്റെ ഭാര്യ പകർന്നു നൽകിയ ചായ കുടിച്ച് ആ സായാഹ്നത്തിൽ തങ്ങളുടെ വീടിന് ഉമ്മറത്തുള്ള പൂന്തോട്ടത്തിൽ തൻ്റെ സഹധർമ്മിണിക്കൊപ്പം തൻ്റെ മക്കളുടെ പാട്ടുകൾ കേട്ടും കളികൾ കണ്ട് രസിച്ചും പരമാനന്ദം കൊള്ളുന്ന ആ അവസ്ഥയെയാണ് ഞാൻ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു വലിയ സത്യം, തൻ്റെ സഹധർമ്മിണിക്കൊപ്പം തൻ്റെ മക്കളോടൊപ്പം സമയം പങ്കിടുന്ന ആ കുടുംബനാഥനെ, ഒരുപക്ഷെ അതുതന്നെയാണ് ഇന്ന് കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയവും, ഒരുപക്ഷെ പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു വിജയവും. ഈ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ പാപ്പ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ ഏറ്റവും ഉദാത്തമായ ഒരു ചിന്തയെന്നോണം കുട്ടികളോടൊത്ത് സമയവിനിയോഗം ചെയ്യേണ്ടതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുക. 2ാമത്തെ ചിന്തയിലേക്ക് പോവുകയാണെങ്കിൽ അത് കുട്ടികളുടെ ധാർമ്മിക രൂപീകരണത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. കുട്ടികളുടെ ധാർമ്മിക രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലെ ധാർമ്മിക ബോധത്തെ ഉണർത്തുവാനുള്ള വലിയൊരു ഉത്തരവാദിത്തം ഇന്ന് നമ്മുടെ മാതാപിതാക്കളിൽ നിക്ഷിപ്തമാണ്. അതൊരു പക്ഷേ നന്നേ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ കഴിവുകളെയും അവരുടെ കുറവുകളെയും തിരിച്ചറിയുക, അവരിലെ വൈകാരിക ചിന്തകളെ മനസ്സിലാക്കുക, കുട്ടികളിലെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി ഉണ്ടാക്കി കൊടുക്കുക, ഇതെല്ലാം മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികളുടെ ധാർമ്മിക രൂപീകരണത്തിൽ മാതാപിതാക്കൾ എടുക്കേണ്ട ആ വലിയ ഉത്തരവാദിത്തം എടുക്കാത്തതിൻ്റെ പേരിൽ കുട്ടികൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള പക്വതക്കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായി കുട്ടികളുടെ ശരികളെ തിരിച്ചറിയുന്നതിനും ശരികളിൽ അവരെ അംഗീകരിക്കുന്നതിനും അതേസമയം അവരുടെ തെറ്റുകൾ തിരുത്തുമ്പോൾ കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിനും മാതാപിതാക്കൾ വളരെ ഉത്സുകരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത പരിശുദ്ധ പാപ്പ നമ്മളെ ബോധ്യപ്പെടുത്തുക. അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത് പ്രചോദനം എന്ന നിലയിൽ തെറ്റുതിരുത്തലിനുള്ള മൂല്യത്തെക്കുറിച്ചാണ്. നമ്മുടെ കുട്ടികൾ ആരും പൂർണ്ണരല്ല എന്നൊരു തിരിച്ചറിവ് ഇന്ന് മാതാപിതാക്കൾക്കുണ്ടാകേണ്ടത് വലിയൊരു അത്യാവശ്യമാണ്. കാരണം അത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് കുട്ടികളെ ഒരു പ്രചോദനമെന്ന നിലയിൽ തെറ്റുതിരുത്താനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കുക. കുട്ടികൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ആ വലിയ തിരിച്ചറിവ് കുട്ടികളിലേക്ക് കൊടുക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഒരുപക്ഷെ അതിനു മുൻപേ ഓരോ മാതാവും പിതാവും ശരിയും തെറ്റും ആദ്യമേ തിരിച്ചറിയാൻ അവർ പ്രാപ്തരാവുകയാണെങ്കിൽ ഒരുപക്ഷെ അവരിലൂടെ വളർന്നു വരുന്ന മക്കളും തെറ്റിനെ തിരിച്ചറിയുന്നതിനും ശരിയെ മനസ്സിലാക്കുന്നതിനും ഉള്ളൊരു കഴിവ് നന്നേ ചെറുപ്പത്തിൽ തന്നെ ആർജിച്ചെടുക്കുന്നതിന് സാധിക്കും. എന്നാൽ ഒരുപക്ഷെ ഇന്ന് കുട്ടികളിലെ തെറ്റുകളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന മാതാപിതാക്കളുടെ അടുത്ത്
തങ്ങളുടെ മക്കൾ ചൂണ്ടിക്കാണിക്കുന്ന വലിയൊരു സത്യമുണ്ട്. അതായത് ഇന്ന് തങ്ങളുടെ മാതാപിതാക്കന്മാർ, ഒരുപക്ഷെ തങ്ങളുടെ ഗുരുനാഥന്മാർ തങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നൊരു വലിയ സത്യം. പലപ്പോഴും കുട്ടികളോട് ഒത്ത് സമയം ചെലവഴിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വലിയ നഗ്നമായൊരു സത്യം ഇത് തന്നെയാണ്: ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് ഞങ്ങളെ തിരിച്ചറിയുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളത്. ഒരുപക്ഷെ ആ ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെയായിരിക്കാം കുട്ടികളത് സംസാരിക്കുന്നത്. കാരണം തങ്ങളുടെ ശരിയെ തിരിച്ചറിയാൻ തങ്ങളുടെ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല, തങ്ങളിലുള്ള തെറ്റുകളെ തിരുത്തുന്നതിന് ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ നമ്മളോട് സംസാരിക്കുക, എൻ്റെ അച്ഛനും അമ്മയും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ പരിശുദ്ധ പാപ്പ ഓരോ മാതാപിതാക്കന്മാരോടും സംസാരിക്കുന്ന വലിയൊരു കാര്യം, പ്രചോദനമെന്ന നിലയിൽ തങ്ങളുടെ മക്കളിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള വലിയ ഒരു മൂല്യബോധം ഇന്ന് മാതാപിതാക്കന്മാർക്ക് ഉണ്ടാകണമെന്ന് തന്നെയാണ്. ക്ഷമാപൂർണമായ യാഥാർത്ഥ്യബോധം ഒരുപക്ഷെ ഇന്ന് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ഇല്ലാത്ത ഒരു കാര്യവും അത് തന്നെയാണ്. ക്ഷമയോടെ കാര്യങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി ഇന്ന് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ഇല്ലാതെ പോകുന്നു. അവരുടെ ജോലി തിരക്കുകൾക്കിടയിലാകാം, അല്ലെങ്കിൽ തങ്ങളുടെ വൈകാരികമായ കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം ഒരുപക്ഷെ അതിന് കാരണം. എങ്കിൽ പോലും പാരൻറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കന്മാർ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും വലിയൊരു സ്കില്ലും അത് തന്നെയാണ്. ക്ഷമയോടെ കാര്യങ്ങളെ തിരിച്ചറിയാൻ, ക്ഷമയോടെ തങ്ങളുടെ മക്കളെ മനസ്സിലാക്കാൻ ഉള്ള വലിയൊരു കഴിവിനെക്കുറിച്ച് പരിശുദ്ധ പാപ്പ അത്തരമൊരു സാഹചര്യത്തിലായിരിക്കും ആ ഒരു ചിന്തയെ തന്നെ നമ്മളിലേക്ക് തരുന്നത്. ക്ഷമാപൂർണമായ യാഥാർത്ഥ്യബോധം. ഇവിടെ ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിലിമിലെ ഒരു ചിന്തയെയാണ്, ഒരു ഫിലിമിലൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സിനിമയുടെ പേര് തന്മാത്ര എന്നാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു സിനിമയായിരിക്കാം. ഒരു പിതാവ് തൻ്റെ മകനെ തിരുത്തുന്ന, ക്ഷമയോടെ തിരുത്തുന്ന ഒരു വലിയ ചിത്രം. അതായത് സ്കൂളിൽ പോയി, +2 പഠിക്കുന്ന മകൻ സ്കൂളിൽ പോയി തിരിച്ച് നേരം വൈകി വരുമ്പോൾ മകനോട് ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് മകനെ നീ നേരം വൈകിയത്? ഒരുപക്ഷെ ആ മകൻ നൽകിയ മറുപടി അത് അച്ഛന് ഒത്തിരി വേദനിപ്പിക്കുന്നൊരു മറുപടി ആയിരുന്നു. എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു എന്നുള്ളൊരു മറുപടി. പക്ഷേ മകൻ കുളിക്കാനായിട്ട് ബാത്റൂമിൽ പോകുന്നു. ഈ സമയത്ത് തൻ്റെ ഭാര്യയോടൊത്ത് അടുക്കളയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാനൊരു ചെറിയ നുണ പറഞ്ഞതിന് എൻ്റെ അച്ഛൻ എന്നെ ഒരുപാട് തല്ലി. കുളിക്കാൻ നിൽക്കുന്ന മകൻ അച്ഛൻ്റെ ഈ സംഭാഷണം കേട്ടുകൊണ്ട് അവൻ തിരിച്ചറിയുന്നു, ഞാൻ പറഞ്ഞ നുണ എൻ്റെ അച്ഛൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത്. അവൻ വളരെ തിടുക്കത്തിൽ കുളിമുറിയിൽ നിന്ന് ഇറങ്ങി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഒരു ബോട്ടിലിലെ വെള്ളമെടുത്ത് കുടിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ കൈ വിറച്ച് ആ ബോട്ടിൽ താഴെ വീഴുന്നു. ഈ സൗണ്ട് കേട്ട ഉടനെ തന്നെ അച്ഛനും അമ്മയും അനുജത്തിക്കുട്ടിയും നേരെ ഈ മകൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. ഈ സമയത്ത് മകൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛനോട് പറയുന്നു, അച്ഛാ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നുള്ളത്. ഇത് വളരെ നമ്മയൊക്കെ ചിന്തിപ്പിക്കുന്ന, ഓരോ മാതാപിതാക്കന്മാരെയും ചിന്തിപ്പിക്കുന്ന ഒരു വലിയ ചിന്തയാണ് തരുന്നത്. മകനിലെ ഒരു ചെറിയ തെറ്റ് തിരുത്തുന്നതിന് വളരെ ക്ഷമയോടുകൂടെ, വളരെ കൃത്യതയോടെ അച്ഛൻ തിരുത്തുന്ന ചിത്രം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ മക്കളെ തിരുത്തുന്നതിനിടയിലും മക്കളെ ക്ഷമാപൂർണമായ രീതിയിലൂടെ, ക്ഷമയോടെ മക്കളെ തിരുത്തുന്നതിന് ഇന്ന് മാതാപിതാക്കന്മാർ ആ വലിയൊരു ചിന്തയെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും ആവശ്യമാണ് എന്ന് പരിശുദ്ധ പാപ്പ ഇത്തരത്തിൽ പ്രബോധനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. കുടുംബജീവിതം ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലം എന്ന നിലയിൽ എന്നാണ് പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത്. കുടുംബജീവിതം ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലം, കുടുംബവും വിദ്യാഭ്യാസ പശ്ചാത്തലവും വളരെ കൃത്യമായ രീതിയിൽ നമ്മെ പഠിപ്പിക്കുന്ന, പാപ്പ നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു വലിയ സത്യം, കുടുംബം എന്നുള്ളത് വിദ്യാഭ്യാസ പശ്ചാത്തലം എന്ന നിലയിൽ വളരേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. അതൊരു പക്ഷേ വിദ്യാർത്ഥികളുടെ, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി ഒരുപാട് വിദ്യാഭ്യാസ പ്രക്രിയ നടക്കേണ്ട ഒരു ഇടമായി കുടുംബത്തെ കാണാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ കളരിയായി ഓരോ കുടുംബവും മാറേണ്ടിയിരിക്കുന്നു. ഇന്ന് കുട്ടികളിലെ ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇന്ന് നമ്മുടെ മക്കളുടെ സ്വഭാവത്തിലും അവരുടെ പ്രവർത്തന രീതിയിലുമൊക്കെയുള്ള വലിയ വീഴ്ചകളും മൂല്യച്യുതിയിൽപ്പെടുന്ന നമ്മുടെ മക്കളും. അത്തരമൊരു സാഹചര്യത്തിലാണ് കുടുംബം ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലമെന്ന നിലയിൽ നിലവർത്തിക്കണം എന്നുള്ളത് പാപ്പ നമ്മളെ ഉത്ബോധിപ്പിക്കുക. പ്രത്യേകമായി കുട്ടികൾ തിരിച്ചറിയേണ്ട ഞാനെന്ന ചിന്ത, തങ്ങളുടെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയേണ്ട വലിയൊരു സത്യം, തങ്ങളുടെ മക്കൾ എന്താണ്, തങ്ങളുടെ മക്കൾ ആരാണ് എന്നൊരു ചിന്ത ഇന്ന് ആ ഒരു തിരിച്ചറിവ് ഇന്ന് കുടുംബത്തിൽ നിന്ന് തന്നെ മാതാപിതാക്കന്മാർക്ക് മക്കളിലേക്ക് പകർന്നു നൽകുന്നതിന് സാധിക്കണമെന്നുള്ളതാണ്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം മക്കളിലേക്ക് പകർന്നു നൽകേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. കാരണം ഒരു പ്രശ്നം നേരിടുന്ന സാഹചര്യത്തിൽ ആ പ്രശ്നത്തെ നേരിടാനുള്ള ഒരു വലിയ ശക്തി ഇന്ന് മക്കളിൽ തന്നെയുണ്ട് എന്നൊരു ചിന്ത അത് പകർന്നു നൽകേണ്ടതും കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. മാതാപിതാക്കൾ മറന്നു പോകുന്ന ലൈംഗിക വിദ്യാഭ്യാസം എന്ന ഒരു പ്രക്രിയ ഇന്ന് മക്കളിലേക്ക് പകർന്നു നൽകാൻ മാതാപിതാക്കൾ ഒട്ടും ഉത്സുകരല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു ഉത്തരവാദിത്തം ഇന്ന് സ്കൂളിലെ ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ കൗൺസിലിംഗ് സെൻറ്ററിലെ കൗൺസിലേഴ്സിനെയും ഒക്കെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൈംഗിക വിദ്യാഭ്യാസം ഏറ്റവും ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാതാപിതാക്കന്മാർ പകർന്നു നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പരിശുദ്ധ പാപ്പ തൻ്റെ പ്രബോധനത്തിൽ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഒരു ആൺകുട്ടിക്ക് അവൻ്റെ അപ്പനും ഒരു പെൺകുട്ടിക്ക് അവളുടെ അമ്മയും ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിൽ വളരെ പ്രാധാന്യമുള്ള വ്യക്തികളാണ് എന്ന് തന്നെ സൂചിപ്പിക്കുന്നു പരിശുദ്ധ പാപ്പ. കാരണം ഒരു ആൺകുട്ടിയുടെ വളർച്ചയിൽ അവൻ്റെ അപ്പനെ അവനെ പൂർണ്ണമായും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരു പെൺകുട്ടിയുടെ വളർച്ചയിൽ അവളുടെ അമ്മയ്ക്കും കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂട്ടുത്തരവാദിത്വത്തോടെ കുട്ടികളിലെ ലൈംഗികതയെ സംസാരിക്കുന്നതിനും വിചിന്തനം ചെയ്യുന്നതിനും ഓരോ കുടുംബവും മാതാപിതാക്കന്മാരും തയ്യാറാകേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ലൈംഗികതയെക്കുറിച്ച് പരിശുദ്ധ പാപ്പ സ്നേഹത്തിൻ്റെ സന്തോഷമെന്ന പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുക. റൈറ്റ് ടച്ച്, ബാഡ് ടച്ച് ഇതെല്ലാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്നത്തെ ലോകത്തിൻ്റെ ആവശ്യമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഒത്തിരി ലൈംഗിക പീഡന കേസുകൾ, പ്രത്യേകിച്ച് വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ പോലും ലൈംഗിക പീഡന കേസുകൾ നമ്മൾ കാണുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രായഭേദമന്യേ ഇന്ന് കുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നു. ഒരുപക്ഷെ ഒരു ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ ഇന്ന് കുഞ്ഞുങ്ങൾ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പരിശുദ്ധ പാപ്പ മാതാപിതാക്കളെ വ്യക്തമായും പഠിപ്പിക്കുന്നത്. ഏറ്റവും അവസാനമായി പരിശുദ്ധ പാപ്പ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു വിശ്വാസ കൈമാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. പഴയ തലമുറയിൽ നിന്നും പുതുതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ആ വിശ്വാസം ഇന്ന് കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിശ്വാസരഹിതമായ ഒരു തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കന്മാരുടെ പങ്ക് ഇതിൽ ഏറെയാണ്. തങ്ങൾക്ക് കിട്ടിയ വിശ്വാസം തങ്ങളുടെ മക്കളിലേക്ക് പകർന്നു നൽകുവാനുള്ള വലിയ ഉത്തരവാദിത്തം മാതാപിതാക്കന്മാർക്കുണ്ട്. ദൈവിക വിശ്വാസം പകർന്നു നൽകുന്നതിൽ ഇന്നത്തെ മാതാപിതാക്കന്മാർക്ക് വലിയൊരു പങ്കുണ്ട്. ഒരുപക്ഷെ ഏറ്റവും അവസാനമെന്ന ഒരു മൂല്യത്തെക്കുറിച്ച് പരിശുദ്ധ പാപ്പ ഇവിടെ സൂചിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി മാതാപിതാക്കന്മാർ ചെയ്യേണ്ട ഒരു വലിയ മൂല്യത്തെക്കുറിച്ച് തന്നെയാണ് പാപ്പ ഇവിടെ സൂചിപ്പിക്കുക. ദൈവമെന്ന വിശ്വാസം ഇന്നത്തെ തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനും ആ വിശ്വാസത്തിലൂടെ ജീവിക്കുന്നതിനും സ്വർഗീയ ചിന്തയിലേക്ക് വളർത്തുന്നതിനും മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. ഒരുപക്ഷെ ഇന്ന് കുട്ടികളുടെ വിശ്വാസ പരിശീലനം അതിനൊക്കെ ഒരു വലിയ ഉദാഹരണമാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും വിശ്വാസ പരിശീലനത്തിന് കുട്ടികളെ അയക്കുന്നതിൽ പോലും വിശ്വാസ പരിശീലനത്തിൻ്റെ മുന്നോടി എന്നോണം വിശുദ്ധ കുർബാനയിലുള്ള പങ്കുചേരലൊക്കെ കുറഞ്ഞു പോകുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നു. ഇവിടെയാണ് മാതാപിതാക്കന്മാർക്ക് ആ വിശ്വാസ കൈമാറ്റം നൽകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരിശുദ്ധ പാപ്പ വളരെ വ്യക്തമായി നമ്മെ സൂചിപ്പിക്കുക. കുട്ടികളോടൊത്തുള്ള സമയവിനിയോഗം, കുട്ടികളുടെ ധാർമ്മിക രൂപീകരണം, പ്രചോദനം എന്ന നിലയിൽ തെറ്റുതിരുത്തലിനുള്ള മൂല്യം, ക്ഷമാപൂർണമായ യാഥാർത്ഥ്യബോധം, കുടുംബജീവിതം ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലം എന്ന നിലയിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത, വിശ്വാസ കൈമാറ്റം വളരെ കൃത്യമായി പരിശുദ്ധ പാപ്പ ഓരോ മാതാപിതാക്കന്മാരും അനുഷ്ഠിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ ഈ പ്രബോധനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്കും ആ പ്രബോധനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിച്ചതുപോലെ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ നമ്മുടെ മക്കളെയും പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തി വരുവാൻ എല്ലാ ഗുണങ്ങളും നമ്മളിലും ആർജിച്ചെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ പരിപാലനയിൽ മുന്നോട്ടു പോകാൻ ഓരോ മാതാപിതാക്കന്മാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.